ശബരിമല ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്ത്. വ്യക്തത വരുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുത്ത് അന്വേഷിക്കണം. അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക സംഘത്തിന് 6 ആഴ്ച സമയം. ദേവസ്വം ബോർഡിന്റെ എല്ലാ രേഖകളും SIT പരിശോധിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഷബ്ന സിയാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഇക്കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നത്, ദുരൂഹതകൾ നീക്കാൻ ഉള്ള ഒരു സഹായമൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഉത്തരവ് എത്രമാത്രം നിർണായകമാണ്? സ്വാതി, ഇന്ന് രാവിലെയാണ് ഹൈക്കോടതി ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് ഉത്തരവിട്ടത്. ഈ ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇതിലാണ് ഇത്തരത്തിലുള്ള വിശദാംശങ്ങളുള്ളത്. ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക സംഘത്തിന് 6 ആഴ്ചയാണ് സമയം അനുവദിച്ചത്. ദേവസ്വം ബോർഡിന്റെ എല്ലാ രേഖകളും SIT പരിശോധിക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. 2019 മുൻപും ശേഷമുള്ള ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെ ചിത്രങ്ങളടക്കം ഒത്തുനോക്കാനായി ദേവസ്വം വിജിലൻസിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. സ്ട്രോങ് റൂമിലെ മുദ്രവെച്ച ദ്വാരപാലക പാളികളും പരിശോധിക്കാനാണ് അനുമതി. 2019-ലെയും 2025-ലെയും ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, 1999-ൽ വിജയ് മല്യ ദ്വാരപാലക ശില്പങ്ങളിൽ ആവരണം ചെയ്തത് 1.564 കിലോഗ്രാം സ്വർണമായിരുന്നു. 99-ൽ സ്വർണം പൂശാൻ ഉപയോഗിച്ചത് പരമ്പരാഗത രീതിയായിരുന്നു എന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് കർശനമായ വിലക്ക് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നു. SITക്ക് ലഭിക്കുന്ന പുതിയ പരാതികൾ SITക്ക് കൈമാറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം വെള്ളിയാഴ്ചക്കകം പൂർത്തിയാക്കാൻ കോടതി മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം ഉണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും ഈ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് പുതിയ അന്വേഷണ സംഘത്തിന് തുടർ നടപടി സ്വീകരിക്കാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഗുരുതരമായ പരാമർശം കോടതി ഉത്തരവിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പപാളികൾ കൈമാറിയത് ചട്ടലംഘനമാണ് എന്നാണ്. സ്വർണ്ണാഭരണമുള്ള പാളികൾ മനഃപൂർവ്വം ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. അധിക സ്വർണം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ അയച്ചിരുന്നു. ദേവസ്വം പ്രസിഡന്റിനാണ് ഇത്തരത്തിൽ അനുമതി തേടിയത്. ഇതിൽ ആശങ്കയുണ്ട് എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ശരി ഷബ്ന.